മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയങ്ങൾ കീഴടക്കിയ തിരുനബി ചരിതം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് എപ്പിസോഡ് 4 കടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുടെ 4ാമത്തെ എപ്പിസോഡാണിന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ആ ബുക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സീൽഡ് നെക്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന, ഒറിജിനലി അത് അറബിയിലാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ കയ്യിലുള്ളത് ഇംഗ്ലീഷാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ സീറ വിവരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിയുടെ ജനനം ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ബനി ഹാഷിം എന്ന് പറയുന്ന കുടുംബത്തിലാണ്. ഹാഷിമിൻ്റെ സന്തതികളിൽപ്പെട്ടതാണ്. പേര് കേട്ട ഒരു വ്യക്തിയാണ് ഹാഷിം. ബനി ഹാഷിമിൻ്റെ സന്തതികളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച 9 റബിയൽ അവലിലാണ് ജനിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 റബിയൽ അവൽ. ഈ വർഷം ജനിക്കുന്ന വർഷം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ആ ആനപ്പട, അബ്രഹയുടെ ആനപ്പട കാബയെ പൊളിക്കാനായിട്ട് വന്ന ആ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ 20 അല്ലെങ്കിൽ 22 ഏപ്രിൽ 571 കോമൺ ഇറ, അതായത് AD എന്നും പറയാം, കോമൺ ഇറ എന്നും പറയാം. 571 ഏപ്രിൽ 2022 ഇത് 20 22 നടക്കുന്നത്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടക്കുന്നത്. ഈ വർഷം വേറൊരു പ്രത്യേകത കൂടെ ഉള്ളത്, പേർഷ്യയിൽ ഈ കിസ്ര എന്ന് പറയുന്ന അവിടുത്തെ ചക്രവർത്തി, ഖുസ്രു നുഷിർവാൻ എന്നാണ് ആ സമയത്തുണ്ടായിരുന്ന ചക്രവർത്തിയുടെ പേര്. അയാളുടെ 40ാമത്തെ വർഷം ആണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് ആമിന എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അബ്ദുൽ മുത്തലിബിനെ വിവരം അറിയിച്ചു. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് പ്രവാചകൻ്റെ വാപ്പുപ്പാണ്. അബ്ദുള്ളയുടെ വാപ്പാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. കുട്ടിയെ എടുത്ത് കാബയിലേക്ക് കൊണ്ടുപോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. പടച്ചവന്, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി. ഈ അബ്ദുൽ മുത്തലിബ് കുട്ടിയെ വളരെ നന്നായിട്ട് നോക്കി. എന്നിട്ട് ഈ അവിടുത്തെ ഈ 7ാമത്തെ ദിവസം അറബികളുടെ സംസ്കാരം ഫോളോ ചെയ്ത് 7ാമത്തെ ദിവസം പ്രവാചകൻ്റെ സുന്നത്ത് കല്യാണം അല്ലെങ്കിൽ മാർക്കം, പരിച്ഛേദനം നടത്തി. ഇത് ചില റിപ്പോർട്ട്സിലുണ്ട്, അതായത് പ്രവാചകൻ ജനിച്ചപ്പോൾ തന്നെ പരിച്ഛേദനം ചെയ്യപ്പെട്ട രീതിയിലാണ് ജനിച്ചതെന്ന്. പക്ഷേ ഈ ബുക്കിൻ്റെ ഓഥർ പറയുന്നു ഇല്ല, അതിന് ആ ഹദീസിന് ദുർബലമാണ്, അതിന് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പം അബ്ദുൽ മുത്തലിബാണ് പ്രവാചകന് മുഹമ്മദ് എന്നുള്ള പേരിടുന്നത്. മുഹമ്മദ് എന്നുള്ള പേര് ആ സമയത്ത് അവിടെ കോമൺ ആയിരുന്നില്ല. ഓക്കെ, അബ്ദുൽ മുത്തലിബാണ് ഈ പേരിടുന്നത്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഈ അറബികളുടെ ആ സമയത്ത് വേറൊരു അവരുടെ ആചാരം ഉണ്ടായിരുന്നത്, അവിടെ കുട്ടികൾ ജനിക്കുമ്പം അവിടുത്തെ ആൾക്കാർ കുട്ടികളെ ദൂര സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ, ബതുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, ബതുക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ടൗണിൽ നിന്നും സിറ്റിയിൽ നിന്നൊക്കെ വിട്ടു മാറിയിട്ടാണ് അവർ താമസിക്കുന്നത്, അതായത് ഈ മരുഭൂമിയിൽ. അപ്പോൾ അവരുടെ കോളനി, അവരുടെ കാര്യങ്ങളൊക്കെ ഈ വലിയ വലിയ സിറ്റിയൊക്കെ വിട്ട് വളരെ ഉള്ളിലാണ്. അവർ പിന്നെ ഈ ആട്, മാട്, ഒട്ടകം ഇതിനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവിടെ അങ്ങോട്ടേക്ക് അയക്കുക എന്നുള്ളത് അവരുടെ ഒരു ചര്യയായിരുന്നു. കാര്യം അവരുടെ കണക്കുകൂട്ടൽ എന്ന് വെച്ചാൽ, ഈ സിറ്റി മക്ക എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ഈ തീർത്ഥാടനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പൊല്യൂഷൻ, പിന്നെ അതേപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പിള്ളേരെ അവർ ദൂര സ്ഥലങ്ങളിൽ അയക്കും. അവിടെ അയക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം, പിള്ളേർ നാച്ചുറലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ താമസിക്കുക, അതേപോലെ തന്നെ നല്ല
ഇത് ആരോഗ്യമുള്ളവരായി വരിക, ഭാഷയിൽ അവരുടെ അറബി ഭാഷയിൽ കളങ്കം ഇല്ലാതെ വരിക, ഇങ്ങനെ അതിലുള്ള എല്ലാ ആ കുട്ടികളെ നല്ല രീതിയിൽ എസ്പെഷ്യലി ഈ ബതുക്കളുടെ അവരുടെ ക്യാരക്ടർ, അവരുടെ ഈ കരുത്ത്, ഇതിലൊക്കെ അങ്ങനെ പിള്ളേരെ വളർത്തി കൊണ്ടുവരാൻ അവരുടെ ഒരു സമ്പ്രദായമായിരുന്നു ഇങ്ങനെ കുട്ടികളെ ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ശേഷം ഈ സംഭവം ഉണ്ടായത്, ഇത് ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്ന ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം വിവരിക്കുന്ന ഒരു സംഭവം ഇവിടെ നമ്മുടെ ഈ ബുക്കിൽ കാണാം. അവിടെ പറയുന്നത് അവിടുന്ന് ഈ ബനി സാദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ നിന്ന് കുറേ സ്ത്രീകൾ, അതായത് ഈ പെറ്റമ്മമാർ, അവർ ഈ കുട്ടികളെ മുല കൊടുക്കുകയും അതേപോലെ തന്നെ നോക്കുകയും ചെയ്യുന്ന കുറേ സ്ത്രീകൾ അവിടുന്ന് ബനി സാദിൽ നിന്ന് മക്കത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഹലീമ സാദിയ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ കൂടെ കൂടി ഈ കുട്ടികളെ ഇവിടുന്ന് ഈ അവരുടെ കുട്ടികളെ നോക്കാനായിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആ ഒരു ഇതിന് വേണ്ടി ആ ഒരു അറ്റംപ്റ്റായിട്ട് ഇവർ കുറേ സ്ത്രീകൾ വന്നു. അപ്പോൾ ഈ ഹലീമ സാദിയ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ കൂടെ അൽ ഹാരിത്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര്, അൽ ഹാരിത്ത് ബിൻ അബ്ദുൽ ഉസ്സ, അദ്ദേഹത്തെ അബി കബ്ഷ എന്നും വിളിച്ചിരുന്നു. ഈ സെയിം രണ്ടുപേരും ഒരേ ഗോത്രത്തിലുള്ള ആൾക്കാരാണ്, ഭർത്താവും ഭാര്യയും. ഇവരും ഇവരുടെ കൂടെ കൂടി, ഈ സ്ത്രീകളുടെ കൂടെ ഇവരും വന്നു. അപ്പം ഈ സമയം ഈ കുട്ടികളെ കൊണ്ടുവരാൻ, കുട്ടികളെ നോക്കാനും അവരുടെ ഈ കുട്ടികളെ ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരുന്ന സമയം, ആ വർഷം അവിടെ വളരെയധികം വരൾച്ച നടക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിക്കാനില്ല, മഴയില്ല, അങ്ങനത്തെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് ആ വർഷം. അങ്ങനെ ഈ ഹലീമ സാദിയ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇവരുടെ കയ്യിൽ ഇവർ വരുന്നത്, ട്രാവൽ ചെയ്യുന്നത്, റൈഡ് ചെയ്യുന്നത് ഒരു ഈ ബ്രൗൺ കളറിലെ ഒരു കഴുത വെച്ചാൽ കോവർ കഴുത എന്ന് പറയും, ഇംഗ്ലീഷിൽ മ്യൂൾ എന്ന് പറയും, കോവർ കഴുത എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവരൊരു കോവർ കഴുതയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്. പിന്നെ ഇവർക്കൊരു കുട്ടി ഇവരുടെ കയ്യിലുണ്ട്, മുല കുടിക്കുന്നൊരു കുട്ടി ഇവരുടെ കയ്യിലുണ്ട്, ഇവരുടെ കുട്ടിയുണ്ട്, പിന്നെ ഭർത്താവും ഉണ്ട്, ഒരു പെൺ ഒട്ടകവും ഉണ്ട്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഈ കുട്ടി കരച്ചിൽ, മുല കുടിക്കാൻ പാലില്ല, അത്ര ഉമ്മടുത്ത് പാലില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ കുട്ടി കരച്ചിൽ, രാത്രി മൊത്തം കരച്ചിൽ, ഇവർക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നെ ഇവരും, അതായത് ഹലീമ സാദിയയും അവരുടെ ഭർത്താവും, അവർക്കും തിന്നാനും കുടിക്കാനൊന്നുമില്ല. ആ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ഒട്ടകം, ആ പെണ്ണൊട്ടകം, ആ ഒട്ടകത്തിനും പാലില്ല, കറക്കാൻ നോക്കിയിട്ട് പാലൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവർ മക്കയിലെത്തി. അപ്പോൾ ഈ സ്ത്രീകളുടെ കൂട്ടവും എല്ലാവരും കൂടെ മക്കയിലെത്തിയപ്പോഴത്തേക്ക് ഓരോ ആൾക്കാരും ഈ അവിടെ പുതിയതായിട്ട് ജനിച്ച കുട്ടികളുടെ ഫാമിലിയിലേക്ക് എല്ലാവരും പോയി. എല്ലാവരും ഈ പ്രവാചകൻ്റെ വീട്ടിലെത്തുമ്പോൾ ആരും ആ കുട്ടിയെ എടുക്കാൻ തയ്യാറാകുന്നില്ല. ബാക്കി എല്ലാ കുട്ടികളും എടുക്കുന്നുണ്ട്, ആർക്കും ആ പ്രവാചകനെ എടുക്കാൻ, മുഹമ്മദ് നബിയെ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആർക്കുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാചകന് വാപ്പയില്ല. അപ്പോൾ വാപ്പയില്ലാത്തൊരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവർ ഈ ചെയ്യുന്നത് പാരിതോഷികത്തിനാണല്ലോ, കാശിന് വേണ്ടിയാണ്. അതായത് ഈ കുട്ടിയെ കൊണ്ടുപോയി നോക്കി വലുതാക്കി കൊണ്ടുവന്നാൽ ഇവർക്ക് കാശ് കിട്ടും. അപ്പോൾ അതിനാണ്. പക്ഷേ വാപ്പയില്ലാത്ത കുട്ടിക്ക് എവിടെ നിന്ന് കാശ് കിട്ടാനാണ്? അപ്പോൾ മാത്രമല്ല, വാപ്പുപ്പ അബ്ദുൽ മുത്തലിബുണ്ട്. പക്ഷേ അബ്ദുൽ മുത്തലിബ് ഒരു പരിധിയുണ്ട്, അതായത് വാപ്പാണെങ്കിൽ കൂടുതൽ കാശ് കിട്ടിയത്. അതുകൊണ്ട് ഇവരെല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുട്ടിയെ എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ എല്ലാവരും കുട്ടിയെ എടുത്ത്, ഈ കുട്ടിയെ ആരും എടുത്തില്ല. തിരിച്ചു പോകാൻ സമയമായപ്പോഴത്തേക്ക് ഹലീമ സാദിയ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ എങ്ങനെ കൈയും വീശി തിരിച്ചു പോകും? അത് എല്ലാവർക്കും കുട്ടികളെ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചു പോയിട്ട് ആ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എടുക്കാം, ഇനി വേറെ വഴിയില്ലല്ലോ, വേറെ ഒന്നും കുട്ടിയെ കിട്ടുന്നില്ല. അപ്പം ഭർത്താവും പറഞ്ഞൊരു കാര്യം നോക്കാം, പടച്ചവൻ ഒരുപക്ഷെ നമ്മളെ അനുഗ്രഹിക്കും, നമുക്കെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പോയി. ഈ മുഹമ്മദ് നബി ആ കുട്ടിയെ എടുത്ത് തിരിച്ച് പോകുന്ന വഴി ഹലീമ സാദിയ പറയാണ്,
ഞാൻ ആ കുട്ടിയെ എടുത്ത് ഇവരുടെ ഒരു ക്യാമ്പിംഗ് സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഈ കുട്ടിയെ മുല കൊടുക്കാനായിട്ട് പിന്നെ കുട്ടിയെ കുടിപ്പിക്കാൻ നോക്കുമ്പം ഇഷ്ടംപോലെ പാല് വളരെയധികം പാല് കിട്ടി. ആ കുട്ടിയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ പിന്നെ വയറ് നിറച്ച് പാല് കുടിച്ച്. അത് കഴിഞ്ഞ് സ്വന്തം കുട്ടിക്കും പാല് കൊടുത്തു. ആ കുട്ടിയും ശരിക്കും പാല് കുടിച്ച്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ നല്ലപോലെ പാല് വരുന്നു. അപ്പം അത് പിന്നെ രണ്ടുപേർക്കും പാല് കൊടുത്തു. രണ്ടുപേരും കിടന്നുറങ്ങി. പിന്നെ ഈ ഹലീമ സാദിയയുടെ ഹസ്ബൻഡ് അൽ ഹാരിത്ത്, അദ്ദേഹം ഈ പെണ്ണൊട്ടകത്തെ കറക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പാല്. അങ്ങനെ ഇവർ രണ്ടുപേരും പാല് കുടിച്ചു. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീച്ചപ്പം അൽ ഹാരിത്ത് ഹസ്ബൻഡ് പറഞ്ഞ് ബൈ അള്ളാഹുവാണേ സത്യം, നമ്മുടെ ഹലീമാടുത്ത് പറഞ്ഞ് അള്ളാഹുവാണ് സത്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന കുട്ടി എന്തോ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഹലീമ പറഞ്ഞു ശരിയാണ്, എനിക്കും തോന്നുന്നു ശരിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കുട്ടിയെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവരുടെ കയ്യിലുള്ള ഈ കോവർ കഴുത വളരെ മെലിഞ്ഞ തീരെ ആരോഗ്യമില്ലാത്ത ഒരു കോവർ കഴുതയാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ കഴുതയുടെ സ്പീഡ്, അതായത് വളരെ ഉന്മേഷവാനായി വളരെ സ്പീഡിൽ കുതിച്ചോടാൻ തുടങ്ങി. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് അതിശയം, ഇതെന്ത് സംഭവിച്ചു, അവർക്കും അതിശയം. അങ്ങനെ ഇവർ അവരുടെ എത്തിയപ്പോഴത്തേക്ക് അവർ പറയാണ്, പിന്നെ അതിനുശേഷം അവിടെ പരിസരത്തൊക്കെ ഈ വരൾച്ച ഉണ്ടായിരുന്നൊക്കെ മാറി അവിടെയൊക്കെ ഈ ഗ്രീനറി, അതായത് ഈ പച്ചപ്പ് ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ മാടുകളൊക്കെ മേയാൻ പോകുമ്പോഴത്തേക്ക് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡായി ഭക്ഷണം കഴിച്ച് വളരെ ഉന്മേഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ സംഗതികൾ വളരെയധികം മാറി. 2 വർഷം കഴിഞ്ഞു പോയി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയെ തിരിച്ചുകൊണ്ട് വിടണം. അങ്ങനെ ആ കുട്ടിയെ തിരിച്ചുകൊണ്ട് വിടാനുള്ള സമയമായപ്പോഴത്തേക്ക് ഹലീമ പോയിട്ട് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോയിട്ട് ഉമ്മാടുത്ത് പറഞ്ഞ്, ഞാൻ 2 വർഷം കൂടെ വെക്കാൻ കുട്ടിയെ, കാര്യം ഇവിടെ മക്കയിൽ ഒരു തരത്തിലുള്ള എന്തോ ഒരു ഇൻഫെക്ഷൻ ആ സമയത്ത് നടക്കുന്നുണ്ട്. ആ ഒരു കാരണം പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ 2 വർഷം കൂടെ മോനെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ സമ്മതിച്ചു, ഉമ്മ സമ്മതിച്ചു. അങ്ങനെ 2 വർഷം കൂടെ മോനെ വെക്കാനുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ മോനെ തിരിച്ചു കൊണ്ടുവന്നു. 4ാമത്തെ വയസ്സായപ്പോൾ 4ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദ് നബി ആ സമയത്ത് 4 വയസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുടെ കൂടെ. അങ്ങനെ ആ കൂട്ടുകാർ കാണുന്ന ഒരു മാലാക, അത് പിന്നെ ഒരു ഹദീസിലും പറയുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ പറയുന്ന ഒരു മാലാക, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് തുറന്ന് അതിനകത്ത് നിന്ന് അതായത് ഹാർട്ട് പുറത്തെടുത്തിട്ട് അതിനകത്തുള്ള എന്തോ ഒരു രക്തത്തിൻ്റെ ക്ലോട്ട് ഒരു സംഗതി എടുത്ത് കളഞ്ഞിട്ട് ആ ഹാർട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി. ഇത് അനസ് റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളതാണ്, സഹീഹ് മുസ്ലിമിൽ. സംസം വെള്ളം കൊണ്ട് കഴുകി തിരിച്ച് പഴയപോലെ ഫിറ്റ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് പഴയപോലെ ആക്കി. ഇത് കണ്ട് പേടിച്ച കൂട്ടുകാർ ഓടിച്ചെന്ന് നമ്മുടെ ഹലീമ സാദിയ അടുത്ത് ഉമ്മാടുത്ത് വളർത്തുമ്മാടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് മുഹമ്മദ് നബിയെ അവർ കൊന്നു കളഞ്ഞു, ആരോ മർഡർ ചെയ്തു, കൊന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ഓടി വന്നപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം കണ്ട് പേടിച്ചിട്ട് ഹലീമ സാദിയ എത്രയും പെട്ടെന്ന് തന്നെ മോനെ തിരിച്ച് മക്കത്ത് കൊണ്ട്, കാര്യം വേറെ ഒന്നും ഇതുപോലുള്ള സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മക്കയെ കൊണ്ടുപോയി മോനെ ഉമ്മാടുത്ത് ഏൽപ്പിച്ചു. അങ്ങനെ തിരിച്ച് 4ാമത്തെ വയസ്സിൽ ഉമ്മാടുത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന ശേഷം 5ാമത്തെയോ 6ാമത്തെ വയസ്സിൽ ആമിന ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ ഖബർ, അതായത് മദീനയിലാണല്ലോ അടക്കിയിരിക്കുന്നത്. അപ്പം ആമിന മകനെയും കൂട്ടി മുഹമ്മദ് നബിയെയും കൂട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി തൻ്റെ പരിചാരികയായിരുന്ന ഐമൻ എന്ന് പറയുന്ന സ്ത്രീ അവരെയും കൂട്ടി അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ മദീനയിലോട്ട് പോയി ഈ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, തൻ്റെ ഭർത്താവിൻ്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി വിസിറ്റിൽ പോയി. തിരിച്ച് വരുന്ന വഴി അവിടെ 1 മാസം തങ്ങി.
തിരിച്ചു വരുന്ന വഴിക്ക് അവർ അവിടെ അബുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് 6 വയസ്സാണ് പ്രായം. അബ്ദുൽ മുത്തലിബ് മകനെയും കൂട്ടി, അതായത് ചെറുമകനെയും കൂട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്കയിലേക്ക് തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ, വളരെ നന്നായിട്ട് നോക്കി, വളരെ വാത്സല്യത്തോടെ നോക്കി. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടികൾ, ഹംസ, എല്ലാ കുട്ടികളും, അബൂ താലിബ്, ഇവരെല്ലാം അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടികളാണ്. ഇവർ അബ്ദുൽ മുത്തലിബിന് വാപ്പാക്ക് വേണ്ടി ഒരു മെത്ത, ഒരു നല്ലൊരു ഒരു മെത്ത അവർ ഈ കാബയുടെ ചുവരിന് ചാരി അവർ ഇട്ടിരുന്നു. അതായത് അബ്ദുൽ മുത്തലിബിന് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം അവർ നിശ്ചയിച്ച് അവിടെ ഇട്ടിരുന്നു. ആ സ്ഥലത്ത് കുട്ടികൾ, അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടികൾ ആരും ഇരിക്കത്തില്ല. പക്ഷേ അത് കാരണം വാപ്പായോടുള്ള ആദരവ് കാരണം വാപ്പായുടെ സ്ഥലത്ത് ആരും കയറി ഇരിക്കത്തില്ല, കുട്ടികളാരും ഇരിക്കത്തില്ല. അപ്പോൾ വാപ്പ അവിടെ ഇരിക്കുകയാണെങ്കിൽ കുട്ടികൾ ചുറ്റുഭാഗത്തും ഇരിക്കും, അബ്ദുൽ മുത്തലിബിൻ്റെ ചുറ്റുഭാഗത്തും ഇരിക്കും. പക്ഷേ അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 6 വയസ്സ് 7 വയസ്സുള്ള ഒരു പയ്യനാണ്. അവിടെ അബ്ദുൽ മുത്തലിബ് പ്രവാചകനെ തൊട്ടടുത്തിരുത്തും. ഇരുത്തുന്നു മാത്രമല്ല, വളരെ വാത്സല്യത്തോടെ പുറത്ത് കൈവച്ച് തടവും. അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ കുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പറയില്ല, ഈ മകൻ ഇവിടെ ഇരിക്കട്ടെ. മാത്രമല്ല ഇതും പറയും, അതായത് ഈ മകൻ, ഈ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ കുട്ടി വളരെ വലിയ പേരുള്ള, വളരെ വലിയൊരാളാകും, ജനങ്ങളുടെ നേതാവാകും എന്ന് അബ്ദുൽ മുത്തലിബ് എപ്പോഴും പറയുമായിരുന്നു. പ്രവാചകൻ 8 വയസ്സ് 2 മാസമുള്ള സമയത്ത് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പം പിന്നെ പ്രവാചകൻ്റെ മേൽനോട്ടം, ഗാർഡിയൻ ആയത് അബൂ താലിബാണ്. അബൂ താലിബ് പ്രവാചകനെ വളരെയധികം സ്നേഹത്തോടെ അബൂ താലിബ് നോക്കി. സ്വന്തം കുട്ടികൾക്ക് അവരെക്കാളും കൂടുതൽ പ്രാധാന്യത, അവരെക്കാൾ കൂടുതൽ വാത്സല്യം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ താലിബ് കൊടുത്തു. അബൂ താലിബ് നോക്കി. അബൂ താലിബ് 40 വർഷം അത് കഴിഞ്ഞ് ഈ സംഭവം, ഈ ചുമതല ഏറ്റെടുത്ത ശേഷം 40 വർഷം അബൂ താലിബ് പ്രവാചകൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു, അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, കൂടെ ഉണ്ടായിരുന്നു. അബൂ താലിബ് മുസ്ലിം ആകാതെയാണ് മരിച്ചത്. ഈ അബൂ താലിബിൻ്റെ ഒരു സംഭവം ഉണ്ടായത്, പ്രവാചകൻ്റെ കൂടെ ഉണ്ടായ സംഭവം ഉണ്ടായത്, ഈ ഒരു സമയത്ത് മക്കയിൽ വളരെയധികം ഈ പറഞ്ഞ പോലെ മഴയില്ലാത്ത വരൾച്ച ഉണ്ടായി. ആ സമയത്ത് ആൾക്കാർ വന്ന് അബൂ താലിബിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത് അവർ പറഞ്ഞ്, നിങ്ങൾ പോയി ദുആ ചെയ്യുക, അതായത് പടച്ചവനോട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ താലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഒരു പയ്യനാണ്, കൂട്ടിക്കൊണ്ട് കാബയുടെ മതിലിൻ്റെ അടുത്ത്, കാബയുടെ വാളിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ കൂടെയുണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ ഒരു കറുത്ത കാർമേഘം ഇവരുടെ കൂടെ ഉണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചു മഴയ്ക്ക് വേണ്ടി. പ്രവാചകനും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കാർമേഘങ്ങൾ ഒരുമിച്ച് വന്നു മക്കയ്ക്ക് നല്ല മഴ കിട്ടി. ഇതും ഈ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഈ ചെറിയ പ്രായത്തിൽ അബൂ താലിബ് ഒരു ട്രിപ്പ് പോയി, സിറിയയിൽ ഒരു കച്ചവട ട്രിപ്പിന് പോയി. ഇവിടെ ഈ സമയത്ത് പ്രവാചകന് 12 വയസ്സാണ് പ്രായം. ഈ 12 വയസ്സുള്ള സമയത്ത് സിറിയയിൽ പോകുന്ന വഴിക്ക് ബുസ്ര എന്ന് പറയുന്ന സ്ഥലം, ബസ്ര അല്ല, ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അത് റോമൻ ടെറിട്ടറിയാണ്, റോമ ചക്രവർത്തിയുടെ കീഴിലുള്ള ടെറിട്ടറിയാണ്. അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ റെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ബഹീറ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പാതിരിയെ, ബഹീറ എന്നാണ് പേര്, അദ്ദേഹത്തെ അവിടെ കണ്ടു. അവിടെ ബഹീറ വന്ന് അബൂ താലിബ് പറഞ്ഞ്, ഈ പയ്യൻ, നിങ്ങളുടെ കൂടെയുള്ള ഈ പയ്യൻ, ഇയാൾ ഈ ലോകത്തിലെ മനുഷ്യരുടെ തലവനാകും. ദിസ് ഈസ് ദ മാസ്റ്റർ ഓഫ് ഓൾ ഹ്യൂമൻസ്, അതായത് ലോകത്തിലെ മനുഷ്യരുടെ തലവനാകും. അള്ളാഹ് ഇയാളുടെ കയ്യിൽ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തയക്കും, എല്ലാവർക്കും അനുഗ്രഹമുള്ള ഒരു പുസ്തകം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കും എന്ന് ബഹീറ പറഞ്ഞു. അപ്പോൾ അബൂ താലിബ് ചോദിച്ചു, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പം ബഹീറ പറഞ്ഞ്, അതെനിക്കറിയാം, കാര്യം ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ അക്കബയുടെ ഡയറക്ഷനിൽ നിങ്ങൾ വരുമ്പോൾ
അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും മരങ്ങളും ഈ ആളെ അവർ സുജൂദ് ചെയ്തു. അതായത് ആദരത്തോടെ അവർ സുജൂദ് ചെയ്തു. അത് പ്രവാചകന് മാത്രമേ ചെയ്യുള്ളൂ, അത് വേറെ ആർക്കും അവർ ചെയ്യില്ല. അതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകനാണ്. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പുറത്തിൽ, അതായത് കഴുത്തിൻ്റെ പുറകിലുള്ള ഷോൾഡറിൻ്റെ നടുവിലുള്ള സീല്, അതും എനിക്ക് കണ്ടിട്ട് എനിക്കറിയാം ഇത് പ്രവാചകനാണ്, ഇത് നമ്മുടെ പുസ്തകത്തിലുള്ളതാണ് എന്ന് ബഹീറ എന്ന് പറയുന്ന മങ്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇയാളെ കൊണ്ട് നിങ്ങൾ സിറിയയിൽ പോകരുത്, എനിക്ക് അവിടെ റോമൻസിനെയും യഹൂദികളെയും പേടിയാണ്, അവർ എന്തെങ്കിലും നഷ്ടം വരുത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഈ പയ്യനെ കൊണ്ടുപോകരുത്, ഇയാളെ തിരിച്ച് മക്കയിലോട്ട് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ താലിബ് തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ച് പ്രവാചകനെ സിറിയയിൽ കൊണ്ടുപോകാതെ അവിടെ നിന്ന് തന്നെ തിരിച്ച് മക്കയിലേക്കോട്ട് അയച്ചു. ഇനി ഇത് 12 വയസ്സുള്ള സമയത്ത് നടക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 20 വയസ്സുള്ള സമയത്ത്, പ്രവാചകന് 20 വയസ്സുള്ള സമയത്ത്, ആ സമയത്ത് പ്രവാചകനായിട്ടില്ല, മക്കയിൽ ഒരു യുദ്ധം നടന്നു. മക്കയുടെ പരിസരത്ത് അറബ് നാടുകളിൽ ഒരു യുദ്ധം നടന്നു. അതിന് പറയുന്നത് ഈശ്വര നിന്ദകമായ ഒരു യുദ്ധമാണ്. അതായത് ഈ 4 മാസം യുദ്ധം നടക്കാൻ പാടില്ലാത്ത മാസം, ആ മാസവും ആൾക്കാർ ഫൈറ്റ് ചെയ്തു. അതായത് വളരെ മോശപ്പെട്ട തരത്തിലുള്ളൊരു യുദ്ധം അവിടെ നടന്നു. അവിടെ ഖുറൈശികളും ബനു കിനാന എന്ന് പറയുന്ന ഗോത്രക്കാരും അവർ ഒരു സൈഡിലും, പിന്നെ കൈസ് ഐലാൻ എന്ന് പറയുന്ന വേറൊരു ഗോത്രം വേറൊരു സൈഡിലുമായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല ബാറ്റിൽസ് നടന്നു, പല സ്ഥലങ്ങളിലും സംഘർഷം നടന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം ബാറ്റിൽ നടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഈ ശത്രു സൈന്യക്കാർ എയ്യുന്ന അമ്പുകൾ അത് പെറുക്കിയെടുത്ത് തൻ്റെ അമ്മാവന് കൊടുക്കുന്ന ഒരു ജോലി അവിടെ ചെയ്തിരുന്നു. അതായത് ഒരു സഹായം അവിടെ പിന്നെ ഈ പറയുന്ന യുദ്ധത്തിൽ ഒരു ബാറ്റിലിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് 20ാമത്തെ വയസ്സിൽ എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. പിന്നെ വേറൊരു സംഭവം, വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രവാചകൻ്റെ ലൈഫിൽ സംഭവിച്ചത് ഹിൽഫ് അൽ ഫുദൂൽ എന്നാണ് അറബിയിൽ പറയുന്നത്, ഹിൽഫ് അൽ ഫുദൂൽ. അതിൻ്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ പറയുന്നത് സജ്ജനങ്ങളുടെ സഖ്യം. ഓക്കെ, സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ നീതിയുടെ സഖ്യം എന്നാണ്. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വ്യക്തി സുബൈദ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ, ഓക്കെ, ഒരു സുബൈദ് എന്ന് പറയുന്ന ഒരു ക്ലാൻ, അതിന് കുടുംബം എന്നാണ് മലയാളത്തിൽ പറയുന്നത് തോന്നുന്നു. അയാൾ മക്കയിൽ നിന്ന് പുറത്തുനിന്ന് വന്നതാണ്. മക്കയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന് കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വന്നതാണ്. അയാൾ വന്നിട്ട് ഒരു വ്യക്തി, മക്കയിലുള്ളൊരു പേര് കേട്ടൊരു വ്യക്തിയാണ് അൽ ആസ് ബിൻ വായിൽ അസ്സഹ്മി. അൽ ആസ് ബിൻ വായിൽ അസ്സഹ്മി എന്ന് പറയുന്ന ഒരാൾക്ക് ഇയാൾ സാധനം വിറ്റു. ഈ സുബൈദ് പിന്നെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ക്ലാനിലുള്ള ഒരാൾ വന്നിട്ട് ഇത് മക്കയിലുള്ള ഒരാൾക്ക് സാധനം വിറ്റു. പക്ഷേ ഈ സാധനം വാങ്ങിച്ച ആൾ പൈസ കൊടുക്കാൻ റെഡിയായില്ല. അതായത് പൈസ കൊടുത്തില്ല, അയാൾ പറ്റിച്ചു. ബേസിക്കലി അയാൾ പറ്റിച്ചു. പൈസ കൊടുക്കാൻ ഇയാൾ പല പ്രാവശ്യവും ട്രൈ നോക്കി പൈസ തിരിച്ച് ഇയാളൊന്ന് വാങ്ങിക്കാൻ, പക്ഷേ ഇയാൾ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ബേസിക്കലി അയാളെ പറ്റിച്ചു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾ പോയിട്ട് ഖുറൈശി തലവന്മാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ കാശ് ഇയാൾ എടുത്തിട്ട്, എൻ്റെ സാധനം എടുത്തിട്ട് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞു. അവരാരും ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല, ട്രൈ ചെയ്തില്ല, അവർ കണ്ണടച്ച് കളഞ്ഞു. ഇയാളെന്ത് ചെയ്തു, ഇയാൾ മലയുടെ പുറത്ത് പോയി, അതായത് കുന്നിൻ്റെ പുറത്ത് കയറിയിട്ട് ഭയങ്കരമായ ഒച്ചയിൽ അയാൾ അവിടെ അനൗൺസ് ചെയ്തു. അതായത് ഇവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അനീതി നടന്നിട്ടുണ്ട് എന്ന് ആൾക്കാരെ അറിയിച്ചുകൊണ്ട് അയാൾ ഭയങ്കരമായ ഒരു കോലാഹലം ഉണ്ടാക്കി ഈ കുന്നിൻ്റെ പുറത്ത് കയറിയിട്ട്. അതങ്ങനെ വന്നപ്പം ഈ പ്രവാചകൻ്റെ ഒരു എളാപ്പ, പ്രവാചകൻ്റെ വാപ്പയുടെ അബ്ദുൽ മുത്തലിബിൻ്റെ വേറൊരു മകൻ അസുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ്, ഇദ്ദേഹം ഇത് കേട്ടു, ഇത് മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അത് ശരിയാണ്, ഇയാൾ പറയുന്ന കംപ്ലൈൻറ്റ് ശരിയാണ്, ഇയാളുടെ കാശ് കിട്ടാനുള്ള കാശ് അയാൾക്ക് കിട്ടിയില്ല, അയാളെ പറ്റിച്ചിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഖുറൈശികളിൽപ്പെട്ട ഒരാൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇയാളെ പറ്റിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയ ശേഷം അസുബൈർ ഇദ്ദേഹം ഈ ഒരു മീറ്റിംഗ് കൂട്ടി, അതായത് ആൾക്കാരെ പ്രമുഖരായ ആൾക്കാരെ മീറ്റിങ്ങിൽ വിളിച്ചു. അതിനകത്ത് പ്രവാചകൻ അത് ആ സമയത്ത് പ്രവാചകനായിട്ടില്ല, ഇത് 35ാമത്തെ വയസ്സിലാണ്, അതായത് 35 വയസ്സും ആയിട്ടില്ല.
ഇത് അങ്ങനെ ഈ 20 വയസ്സിലുള്ള ആ സമയമാണ് പ്രവാചകനും ആ സമയത്ത് അവിടെ കൂടി. എന്നിട്ട് അവർ തീരുമാനമെടുത്ത് ഈ കാശ് ഇയാളെടുത്ത് നിന്ന് വാങ്ങിച്ച് അയാൾക്ക് കൊടുത്തേ പറ്റൂ. അതായത് ഈ ഇങ്ങനെയുള്ള അനീതി നടക്കുമ്പോൾ അതിന് നമ്മൾ അതിനെതിരായിട്ട് ശബ്ദമുയർത്തണം, അതിനെതിരായിട്ട് വർക്ക് ചെയ്യണം, നീതി വാങ്ങിച്ചു കൊടുക്കണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ പ്രവാചകൻ അതിനകത്ത് പോയി മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്തും ഇസ്ലാമിൽ, അതായത് പ്രവാചകൻ ആയ ശേഷവും മദീനത്ത് വെച്ചും പ്രവാചകൻ പറഞ്ഞു, ഇന്നും എന്നെ ആരെങ്കിലും അങ്ങനെ ഒരു സഖ്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാനവിടെ ഉണ്ടാവും. കാര്യം ഈ നീതി എന്ന് പറയുന്ന സംഗതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് വളരെ പ്രധാനമായിരുന്നു. പ്രവാചകൻ ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. പ്രവാചകൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇതിൻ്റെ കൂടെ നിന്ന് അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ച് കിട്ടേണ്ട ആൾക്ക് കാശ് മേടിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു സംഭവം പ്രവാചകൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് കഴിഞ്ഞ് അടുത്തത് ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഒക്കുപ്പേഷൻ എന്തായിരുന്നു, അതായത് തൊഴിലെന്തായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രേഡോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനി സാദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ അവരുടെ ആടുമേടുകളെ നോക്കിയിട്ടുണ്ട്. അതായത് ഒരു ഷെപ്പേർഡായിരുന്നു, ബനി സാദിൻ്റെ ആടുകളെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൂലിക്ക് വേണ്ടി, അങ്ങനെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബിൻ ഹുവൈലിദ് എന്ന് പറയുന്ന ആളുടെ മകള് ഖദീജ വളരെ പേര് കേട്ട ഒരു സ്ത്രീയാണ്. വളരെയധികം ധനമുള്ള, അതുപോലെ തന്നെ കുടുംബ മഹിമ ഉള്ള ഒരു സ്ത്രീയാണ് ഖദീജ. ഈ ഖദീജ സാധാരണ ഇതുപോലുള്ള ഈ ട്രേഡ് കാരവൻ സിറിയയിലേക്കൊക്കെ അയക്കാനായിട്ട് ആൾക്കാരെ കോൺട്രാക്റ്റ് എടുക്കുമായിരുന്നു. എടുത്തിട്ട് അവർക്ക് കമ്മീഷൻ കൊടുത്ത് അവർ പോകും, സാധനം കൊണ്ടുപോകും, വിൽക്കും, കാശ് കൊണ്ടുവരും, അതിൻ്റെ ഒരു ഷെയർ അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞ ശേഷം, കേട്ട ശേഷം, അതായത് ഇദ്ദേഹം വളരെ സത്യസന്ധനാണ് എന്ന് ഇത് 25-ാമത്തെ വയസ്സിലാണ്, പ്രവാചകൻ്റെ 25-ാമത്തെ വയസ്സിൽ നടക്കുന്ന സംഭവമാണ്. ഈ സത്യസന്ധനാണ് എന്ന് അറിയാവുന്നത് കേട്ടുകൊണ്ട് ഖദീജ ഒരു ഓഫർ ചെയ്തു പ്രവാചകന്. അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്ന കമ്മീഷനേക്കാളും കൂടുതൽ കാശ് കൊടുക്കാമെന്നുള്ള, പെർസെൻറ്റേജ് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. അതായത് സിറിയയിലേക്ക് പോകാൻ. കൂടെ മൈസറ എന്ന് പറയുന്ന ഒരു ഭൃത്യനെയും പ്രവാചകൻ്റെ അസിസ്റ്റൻസിന് വേണ്ടി, ഹെൽപ്പിന് വേണ്ടി കൂടെ അയച്ചു കൊടുത്തു. അങ്ങനെ ഇവർ സിറിയയിലേക്ക് പോയി തിരിച്ചു വന്നു. വളരെയധികം കാശുണ്ടാക്കി, സാധാരണ ആൾക്കാരുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് ഉണ്ടാക്കി. അങ്ങനെ പ്രവാചകൻ മാത്രമല്ല, മൈസറ വളരെ നല്ല ഒപ്പീനിയൻ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതായത് വളരെ സത്യസന്ധനാണ്, അതുപോലെ തന്നെ വളരെ സ്വഭാവത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഖദീജക്ക്. അങ്ങനെ ഖദീജ അങ്ങനെ കേട്ടപ്പം ഖദീജയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായി, ഇദ്ദേഹത്തെ കല്യാണത്തിന് വേണ്ടി പ്രപ്പോസൽ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. ഖദീജയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പം ഖദീജയ്ക്ക് കല്യാണാലോചന പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. അതൊന്നും ഖദീജ അക്സെപ്റ്റ് ചെയ്തില്ല. ഖദീജ അത് തീരെ എല്ലാം നിരാകരിച്ചു. പക്ഷേ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതുകൂടാതെ ഇങ്ങനെ ബിസിനസ് ഡീലിംഗ് ഉണ്ടായി, അതിൽ മൈസറയുടെ ഒപ്പീനിയൻ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം വളരെ നല്ല മഹിമ ഉള്ള ഒരാളെന്ന് കണ്ടിട്ട് ഖദീജ അങ്ങോട്ടേക്ക് പ്രപ്പോസൽ കൊടുത്തു. അതായത് ഖദീജ തൻ്റെ ഒരു ഫ്രണ്ട് നഫീസ എന്ന് പറയുന്നൊരു ഫ്രണ്ടിന് ഖദീജ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ട് എന്ന് ഡിസ്കസ് ചെയ്തു. നഫീസ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. പ്രവാചകന് ഉടനെ സമ്മതമായി. പ്രവാചകൻ പോയിട്ട് അമ്മാവനടുത്ത് സംസാരിച്ചു, അബൂ താലിബിൻ്റെ അടുത്ത്. എന്നിട്ട് അബൂ താലിബും മറ്റേ ഖദീജയുടെ അമ്മാവനുമായിട്ട് സംസാരിച്ച്, അവരുടെ റിലേറ്റീവ്സായിട്ട് സംസാരിച്ചു, കല്യാണം ഉറപ്പിച്ചു. 20 ഒട്ടകം മഹറാക്കി തീരുമാനിച്ച് കല്യാണവും നടന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സ് പ്രായമുള്ള ഖദീജ കല്യാണം കഴിച്ചു. ഈ ഖദീജയിൽ നിന്നും പ്രവാചകന് 6 കുട്ടികളുണ്ട്. 6 കുട്ടികൾ. ഇതിനകത്ത് അൽ ഖാസിം എന്ന് പറയുന്ന ഒരു ആൺകുട്ടി,
പിന്നെ സൈനബ്, റുക്കയ്യ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ, സൈനബ്, റുക്കയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, ഇങ്ങനെ 4 പെൺകുട്ടികൾ. പിന്നെ അബ്ദുള്ള. അപ്പോൾ 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജയിൽ നിന്നുണ്ടായി. ഈ 2 ആൺകുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. അബ്ദുള്ളയും അൽ ഖാസിമും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. സൈനബ്, റുക്കയ്യ, ഉമ്മു കുൽസും എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ, അതായത് പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ ഈ 3 പെൺകുട്ടികളും മരിച്ചുപോയി. പിന്നെ ലാസ്റ്റ് ഉള്ളത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പ്രവാചകന് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ മരണത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് ഫാത്തിമയും മരണപ്പെട്ടു. ഈ 4 പെൺകുട്ടികളും സൈനബ്, റുക്കയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, ഇവർ 4 പേരും ഇസ്ലാം ആശ്ലേഷിച്ചു, ഇസ്ലാം എംബ്രേസ് ചെയ്തു. ഇവർ മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവർ മദീനയിൽ പ്രവാചകന് കൂടെ എത്തി. 4 പേരും മുസ്ലിമായി ആണ് ജീവിച്ചിരുന്നത്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് 6 കുട്ടികളും ഉണ്ടായിരിക്കുന്നത് ഖദീജയിൽ നിന്നാണ്. ലാസ്റ്റ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വേറൊരു വലിയ സംഭവം ഉണ്ടായത്, ഈ കാബയുടെ പണി ഒരു പുനർനിർമ്മാണം നടന്നു. അതായത് ഒരു വർഷത്തിൽ ഈ പ്രവാചകന് 35 വയസ്സുള്ള സമയത്ത് അവിടെ ഒരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ വെള്ളം കംപ്ലീറ്റ് വന്നിട്ട് അവിടെ ആ കാബയുടെ വാളുകളും കാബയെ നശിപ്പിച്ചു. കാബയുടെ വാളിൽ വിള്ളൽ വീണു. അതായത് കാബ ഡാമേജ്ഡായി നന്നായിട്ട്. അപ്പം ഈ കാബ, അന്നുണ്ടായിരുന്ന കാബ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ കാലത്ത് പണിത കാബയുടെ അത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നത് ഹൈറ്റും വളരെ കുറവാണ്. വളരെ ഹൈറ്റ് കുറഞ്ഞ മതിലുകളാണ് കാബ അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രളയം വന്നു, ഡാമേജ് ആയപ്പോഴത്തേക്ക് ഏതായാലും ഇത് പണിയണം. കാര്യം ഈ ഖുറൈശികളാണ് കാബയുടെ റെസ്പോൺസിബിളായിട്ടുള്ള ആൾക്കാരാണ്. ഡാമേജ് ആയ ശേഷം ഇതിങ്ങനെ വിട്ട് അങ്ങനെ ഇരുത്താൻ പറ്റില്ലല്ലോ, അത് ഫിക്സ് ചെയ്തേ പറ്റൂ. അങ്ങനെ അത് പണിയെടുക്കണം. അങ്ങനെ അവർ ഒരുമിച്ച് തീരുമാനിച്ച് നമുക്കിത് പുനർനിർമ്മാണം ചെയ്യാം. ഇത് പൊളിച്ചിട്ട്, അതായത് ബാക്കിയുള്ള കാര്യം എല്ലാം ഈ ഡാമേജ് ആയ കാബയുടെ സ്ട്രക്ചർ പൊളിച്ച് മാറ്റിയിട്ട് നമുക്ക് രണ്ടാമത് പണിയാം. അപ്പോൾ അതിന് അവർ തീരുമാനം എടുത്തത്, ഇതിന് കാശ് കൊണ്ടുവരുന്നത് ഹലാലായ കാശ്, അതായത് ഒരു തരത്തിലും ഈ ചൂതാട്ടത്തിൻ്റെ കാശോ അല്ലെങ്കിൽ ഈ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഈ അൺഎത്തിക്കലായിട്ടുള്ള രീതിയിൽ വന്ന കാശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ കാശ് കാബ പണിയാനുള്ള കാശ് ക്ലീൻ ആയിട്ടുള്ള കാശ് മാത്രം വേണമെന്നൊരു നിബന്ധന വെച്ചിരുന്നു. അങ്ങനെ കാശ് കളക്ട് ചെയ്ത് കാബയുടെ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വർക്ക് തുടങ്ങണമെങ്കിൽ ആദ്യം ഇത് പൊളിച്ചു മാറ്റണമല്ലോ. അപ്പോൾ ആർക്കും ധൈര്യമില്ല, ഈ കാബയുടെ മതിൽ പൊളിക്കാൻ ആർക്കും ധൈര്യമില്ല. അങ്ങനെ അൽ വലീദ് ബിൻ അൽ മുഗീറ എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു തലവനാണ്. അയാളാണ് ഫസ്റ്റ് ഈ കാബയുടെ മതിൽ ഇടിക്കാൻ തുടങ്ങിയത്, അതായത് പൊളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ പേടിയാണ്, എന്തെങ്കിലും ഇപ്പം ഇതിന് സംഭവിക്കുക. കാര്യം ഇത് അറിയാലോ, അബ്രഹായുടെ ആനപ്പട വന്നത് കാബ പൊളിക്കാൻ വന്നതാണ്. അവർക്ക് പടച്ചവൻ ആകാശത്തു നിന്ന് പക്ഷികളെ അയച്ച് അവരെ കച്ചിത്തുരുമ്പ് പോലെ ആക്കി. അപ്പോൾ ഇത് പേടിയാണ് ആൾക്കാർക്ക് കാബയെ തൊടാൻ. അപ്പോൾ അൽ വലീദ് ബിൻ മുഗീറാണ് ആദ്യം കാബയുടെ ഈ മതിലുകൾ പൊളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല, അയാൾ ഓക്കെയാണ്, അതായത് അയാൾ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഒരുമിച്ച് വന്ന് എല്ലാവരും കൂടെ കാബ പൊളിച്ച് മാറ്റാൻ തുടങ്ങി. അങ്ങനെ മതിലൊക്കെ പൊളിച്ച് അവർ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാം കൂടെ പണിത ഫൗണ്ടേഷൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെ ഇവർ കാബ വർക്ക് ചെയ്യാൻ, അതായത് മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ അത് ഉയർത്താനായിട്ട് എല്ലാ ഗോത്രങ്ങളും അവർക്ക് ഏരിയ നിശ്ചയിച്ചു കൊടുത്ത്, അതായത് എല്ലാവരും ഇതിനകത്തുണ്ടല്ലോ, എല്ലാവർക്കും ഓരോരോ ഏരിയ നിശ്ചയിച്ചു കൊടുത്ത് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടി അത് പണിത്. പക്ഷെ കാശ് തികഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത് കാബയുടെ ഒരു ഭാഗം അവർ ഓപ്പൺ ചെയ്ത് വിട്ടു. ബാക്കി ഉള്ള ഭാഗം കാശ് എത്ര ഉണ്ടായിരുന്നോ അത്രയും മാത്രം സ്ഥലം അവർ ഒക്കുപ്പൈ ചെയ്ത് കാബ ഒരു സ്ക്വയർ പോലെ കെട്ടി അതിൻ്റെ പുറത്ത് കുറച്ച് സ്ഥലങ്ങൾ അവർ അത് വിട്ട് കളഞ്ഞു. അത് ഹത്തീമെന്ന് പറയും. അത് കാശില്ലാത്തത് കൊണ്ട് അവരങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ല, ഇവിടെ കൊണ്ട് നിർത്തി ഒരു സ്ക്വയർ പോലെ ആക്കി. എന്നിട്ട് അതിൻ്റെ വാതിലും ഉയർത്തി വെച്ചു. ആൾക്കാർക്ക്
പെട്ടെന്ന് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കി വെച്ചു. അങ്ങനെ ഇത് കാബയുടെ പണി കഴിഞ്ഞപ്പം ലാസ്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു കല്ലാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഹജറുൽ അസ്വദ് ഇംഗ്ലീഷ്, അത് അറബിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഹജർ കല്ലാണ്, അസ്വദ് കറുപ്പാണ്. ആ കറുത്ത കല്ല് നമ്മൾ ആ കാബയുടെ ഒരു മൂലയിൽ അത് വെക്കണം, അത് അതിൻ്റെ പൊസിഷൻ അതാണ്. അപ്പോൾ അത് വെക്കാനായിട്ട് അവിടെ അടിപിടിയായി, അതായത് തർക്കമായി ആര് വെക്കും. ഒരു കല്ലാണല്ലോ, ഇത്രയും ഗോത്രക്കാരുണ്ട്, ആര് ആ കല്ല് അവിടെ എടുത്ത് വെക്കുമെന്നൊരു തർക്കമായി. അങ്ങനെ ആ തർക്കത്തിന് 4-5 ദിവസം ആ തർക്കത്തിൽ പോയി. അതായത് ആ തർക്കം പിരിമുറുകി ഏകദേശം ആൾക്കാർ ആയുധങ്ങൾ എടുക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചീഫ്, അതായത് ഒരു ഗോത്ര തലവൻ, ഇവരുടെ ഖുറൈശികളുടെ ഒരു നേതാവ്, അയാളുടെ പേര് അബു ഉമയ്യ ബിൻ അൽ മുഗീറ എന്നാണ്. അയാൾ ഒരു സജഷൻ വെച്ച്, അയാൾ പറഞ്ഞൊരു അഭിപ്രായം വെച്ച്, അയാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓക്കെ, ഇപ്പോൾ ഇനി ഈ വാതിൽ, അതായത് മക്കയുടെ വാതിൽ, അതായത് പള്ളിയിലേക്കുള്ള വാതിൽ, ആ സാങ്ച്വറിയിലേക്കുള്ള വാതിൽ ചൂണ്ടിക്കാട്ടി പറഞ്ഞ് ഈ വാതിലിൽ നിന്ന് ഇനിയിപ്പോൾ ആരാണോ ആദ്യം കയറി വരുന്നത് അദ്ദേഹം പറയുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഓക്കെ വെച്ച് എല്ലാവരും പറഞ്ഞു ഓക്കെ നമുക്ക് അത് ചെയ്യാം, അതാണ് നല്ല, കാരണം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ സമയത്ത് പ്രവാചകനായിട്ടില്ല, 35 വയസ്സുണ്ട് പ്രവാചകന്. ആ സമയത്ത് 35 വയസ്സുണ്ട്. അങ്ങനെ പ്രവാചകനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അൽ അമീൻ, വളരെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. കാര്യം അൽ അമീൻ എല്ലാവർക്കും വിശ്വസ്തനായ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സ്വഭാവം കൊണ്ടും ഓണസ്റ്റി കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പ്രവാചകനായിട്ടില്ല, 35 വയസ്സാണ്. അപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, ശരി ഇദ്ദേഹം പറയുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം. അങ്ങനെ പ്രവാചകൻ വന്നപ്പം ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ പ്രശ്നം എന്താണ്, ഇങ്ങനെയാണ് പ്രശ്നം, എന്ത് ചെയ്യും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു തുണി കൊണ്ടുപോകും, എല്ലായിടത്തും പറഞ്ഞൊരു തുണി കൊണ്ടുപോകും. അങ്ങനെ ഒരു തുണി കൊണ്ടുവന്ന് ആ കല്ല് ആ തുണിയുടെ പുറത്ത് വെച്ച്, തുണിയിൽ വെച്ച്, എന്നിട്ട് എല്ലാ ഗോത്രത്തിൻ്റെയും അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ആ തുണി പൊക്കാൻ പറയും. അതായത് കല്ല് പൊക്കി എവിടെയാണോ വെക്കേണ്ടത് അവിടം വരെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടി കല്ല് അവിടം വരെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ടെടുത്ത് ആ കാബയുടെ ആ മൂലയിൽ വെച്ചു, അതിൻ്റെ പൊസിഷനിൽ വെച്ചു. അൽഹംദുലില്ലാഹ് ആ പ്രോബ്ലം സോൾവ് ആയി, എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും അതിനകത്ത് പങ്കെടുത്തു. സോ ഇത് പ്രവാചകൻ്റെ ലൈഫിൽ നടന്ന 35-ാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവമാണ്. സോ അൽഹംദുലില്ലാഹ് അപ്പം ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമ്മൾ ഈ പ്രവാചകൻ്റെ ഈ ബാക്കിയുള്ള 5 വർഷം, അതായത് പ്രവാചകൻ ആകുന്നതിന് മുമ്പുള്ള ഈ 5 വർഷത്തെ പ്രവാചകൻ്റെ കുറിച്ചുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് കഴിഞ്ഞ് പ്രവാചക പട്ടം കിട്ടുന്നത് മുതൽ അവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങും. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത് മുതൽ, അതായത് ഹീറ ഗുഹയിലിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ആ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് കാണും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുക. എത്രയും അധികം ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുമോ, സാധിക്കുമോ, അൽഹംദുലില്ലാഹ് അത് വളരെ നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ദുആ ചെയ്യുക, ഈ എപ്പിസോഡ്, അതായത് ഈ സീരീസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആസ് മച്ച് ആസ് പോസിബിൾ എനിക്ക് പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.